3-2 അഗ്രിഗേറ്റുമായി രണ്ടാം പാദ മത്സരത്തിനിറങ്ങിയ ആഴ്സണൽ EPL-ൽ കിരീട പോരാട്ടത്തിൽ നിന്നകന്ന് അടുത്ത ചാമ്പ്യൻസ് ലീഗ് സ്പോട്ടിനായി പൊരുതുന്ന ചെൽസി. കാരബാവോ കപ്പ് ഫൈനൽ ഇരു ടീമുകൾക്കും പ്രധാനമായിരുന്നു. ഓപ്പൺ അറ്റാക്കിന് ഇരു ടീമുകളും മടിച്ച മത്സരത്തിൽ ആകെ പിറന്നത് 2 വീതം ഓൺ ടാർഗറ്റ് ഷോട്ടുകൾ മാത്രം. രണ്ടാം പാദത്തിൽ പ്രതിരോധപ്പൂട്ട് പൊളിക്കാനാവാതെ സമനില സംബന്ധിച്ച് ഇരു ടീമുകളും ഫൈനൽ വിസിലിനായി കാത്തു നിൽക്കുമ്പോഴാണ് 90 മിനിറ്റും കഴിഞ്ഞ് ഇഞ്ചുറി ടൈമിൻ്റെ 6 മിനിറ്റും പിന്നിട്ട് ശേഷമുള്ളൊരു 53-ാം സെക്കൻഡിൽ കായ് ഹാവർട്സ് എമിറേറ്റ്സിനെ ഇളക്കി മറിച്ചത്. ഡെക്ലാൻ റൈസിൽ നിന്ന് വന്നൊരു പന്തിനെ അനായാസം വരുതിയിലാക്കി ചെൽസി കീപ്പർ സാഞ്ചസിനെ ഒരു ഫേക്ക് മൂവിൽ കബളിപ്പിച്ച് ഹാവർട്സ് ആഴ്സണലിനായി വലകുലുക്കി. സ്കോർ ആഴ്സണൽ 1 ചെൽസി 0. പിന്നെ ഫൈനൽ വിസിൽ. അഗ്രിഗേറ്റ് സ്കോർ ആഴ്സണൽ 4 ചെൽസി 2. ഡഗൌട്ടിൽ മൈക്കൽ അർട്ടേറ്റയും സംഘവും തുള്ളിച്ചാടി. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ 22 വർഷത്തെ കിരീട വരൾച്ച ഇക്കുറി ഗണ്ണേഴ്സ് മാറ്റുമോ എന്ന ചോദ്യത്തിന് പ്രസക്തി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 2-3 കിരീടങ്ങൾ മൈക്കൽ അർട്ടേറ്റയുടെ സംഘം നേടുമോ എന്നാണ് പുതിയ ചോദ്യം. കാരബാവോ കപ്പ് സെമി കടന്നതോടെ ആരാധകരും ഫുട്ബോൾ പണ്ഡിറ്റുകളുമെല്ലാം വലിയ പ്രതീക്ഷയിലാണ്. അതിലെ ആദ്യ ഉത്തരം മാർച്ച് 22-ന് വെംബ്ലിയിൽ അറിയാം. ബുഡാപെസ്റ്റിലൊരു ചാമ്പ്യൻസ് ലീഗും ഒപ്പം EPL കിരീടവും അർട്ടേറ്റയുടെ ലക്ഷ്യത്തിലുണ്ട്. കിരീടങ്ങൾ സ്വപ്നം മാത്രമായി കണ്ടിരുന്ന ഗണ്ണേഴ്സ് ഇപ്പോൾ അത് നടക്കുമെന്ന് തന്നെ ഉറച്ച് വിശ്വസിക്കുന്നു. ഒരു മേജർ ടൂർണമെന്റിൽ ഏകദേശം 6 വർഷത്തിന് ശേഷമാണ് ആഴ്സണൽ ഫൈനലിൽ കടക്കുന്നത്. ഇതിനിടെ 4 സെമി ഫൈനലുകളിൽ ഗണ്ണേഴ്സ് വീണു. 2020 FA കപ്പിന് ശേഷം ഇതാദ്യമായി അർട്ടേറ്റ ടീമിനെ ഫൈനലിൽ ഒരുക്കുന്നു. നിങ്ങൾക്കിതാ ഈ സന്തോഷം കാണാം, നിങ്ങൾക്ക് ഈ ചിരി കാണാം, നിങ്ങൾക്ക് ഈ ഊർജം കാണാം. ഈ സ്റ്റേഡിയത്തിനകത്ത് ഒരു പ്രത്യേക അറ്റ്മോസ്ഫിയർ ഉണ്ട്. അത് ആസ്വദിക്കുകയാണ് ഞങ്ങൾ. ചെൽസിക്കെതിരായ മത്സരത്തിന് ശേഷം മൈക്കൽ അർട്ടേറ്റയുടെ വാക്കുകൾ. കഴിഞ്ഞ 3-4 സീസണുകളിലായി പ്രീമിയർ ലീഗിന്റെ ടോപ്പിൽ തന്നെ ഞങ്ങളുണ്ട്. പക്ഷേ കിരീടമുണ്ടായിരുന്നില്ല. ഇത്തവണ കുറച്ചധികം എഫേർട്സ് ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. മിഡ്ഫീൽഡർ ഡെക്ലാൻ റൈസിന്റെ വാക്കുകളിൽ പ്രതീക്ഷകൾ ഏറെയാണ്. ലോങ് പീരീഡുള്ള ടൂർണമെന്റ് ഓർ ലീഗ് ജയിക്കണമെങ്കിൽ ഏറ്റവും മികച്ച ഡിഫൻസ് വേണം. ഗണ്ണേഴ്സിന്റെ ഏറ്റവും വലിയ ശക്തി ഇപ്പോൾ അതാണ്. ലീഗിൽ ഇതുവരെ 24 കളികളിൽ നിന്ന് 17 ഗോളുകൾ മാത്രമാണ് ആഴ്സണൽ വഴങ്ങിയത്. എല്ലാ ഫോർമാറ്റിലുമായി ആകെ 38 മത്സരങ്ങളിൽ 20 ക്ലീൻ ഷീറ്റ് ഉണ്ട് ആഴ്സണലിന്. യൂറോപ്പിലെ ടോപ്പ് 5 ലീഗിൽ ഇത്രയും ക്ലീൻ ഷീറ്റ് മറ്റൊരു ടീമിനുമില്ല. ഇന്നലെ കാരബാവോ സെമിയിൽ പോലും കോൾ പാമറും ജാവോ പെട്രോയും എൻസോ ഫെർണാണ്ടസും അലസാൻഡ്രോ ഗർനാച്ചോയും എസ്റ്റാവോയും അടക്കം പിച്ചിലെത്തിയിട്ടും ഗണ്ണേഴ്സിന്റെ കോട്ട പൊളിക്കാനായിരുന്നില്ല. പോയ സീസണിൽ ലിവർപൂളിന് കരുത്തായതും ഡിഫൻസിലെ മികവായിരുന്നു. കഴിഞ്ഞ തവണ ലിവർ 41 ഗോളുകൾ വഴങ്ങിയിരുന്നെങ്കിലും അതിൽ 16ഉം ടൈറ്റിൽ ഉറപ്പിച്ച ശേഷം വന്ന മത്സരങ്ങളിലാണ് പിറന്നത്. മാത്രമല്ല ആഴ്സണൽ കഴിഞ്ഞ സീസണിൽ കുറേയേറെ ക്ലോസ് മാച്ചുകൾ കളഞ്ഞു കുളിക്കുകയും ചെയ്തു. 14 സമനിലകളാണ് വഴങ്ങിയത്. എന്നാൽ ഇത്തവണ അത്തരം ക്ലോസ് മാച്ചുകളെല്ലാം പിടിച്ചു. ബാക്ക് ടു ബാക്ക് ഇഞ്ചുറികളിൽ സിറ്റി അടക്കം കിതച്ചപ്പോൾ സ്ക്വാഡ് സ്ട്രെങ്ത് കൊണ്ട് ഗണ്ണേഴ്സ് പിടിച്ചു നിന്നു. എല്ലാ പൊസിഷനിലും ഏറ്റവും ബെസ്റ്റായ ഒരു സബ് അർട്ടേറ്റ കണ്ടുവച്ചിരുന്നു. ഗബ്രിയേലും ഹാവർട്സും ഒഡേഗാർഡും പരിക്കേറ്റപ്പോഴും ഗണ്ണേഴ്സ് വീണില്ല. ചാമ്പ്യൻസ് ലീഗ് ഫൈനലിന് ഇനി 17 ആഴ്ചയാണ് സമയമുള്ളത്. ഇതിനിടയ്ക്ക് പല അത്ഭുതങ്ങളും സംഭവിച്ചേക്കാം. പക്ഷേ ആഴ്സണൽ UCL എടുക്കുമെന്നാണ് ഫുട്ബോൾ പണ്ഡിറ്റുകളുടെ നിരീക്ഷണം. പ്രീമിയർ ലീഗിൽ രണ്ടാമതുള്ള മാഞ്ചസ്റ്റർ സിറ്റിയേക്കാൾ 6 പോയിന്റ് ലീഡുണ്ട് ആഴ്സണലിന്. FA കപ്പ് 4-ാം റൗണ്ടിൽ വിഗാനാണ് എതിരാളികൾ. കാരബാവോ കപ്പിൽ സിറ്റി അല്ലെങ്കിൽ ന്യൂകാസിൽ. വേണമെന്ന് വെച്ചാൽ ക്വാഡ്രപ്പിൽ കിരീടം ചൂടാം അർട്ടേറ്റയ്ക്കും സംഘത്തിനും. അതിനുള്ളതുണ്ട് ഇവർ. മാത്രമല്ല ഈ സീസണിൽ കാണിക്കുന്ന ഇന്ത്യൻസ് ചോക്കേഴ്സ് എന്ന വിളിപ്പേര് മായ്ക്കുന്നതാണ്. BBC നടത്തിയൊരു സർവേയിൽ ഈ സീസണിൽ ആഴ്സണൽ 2 ട്രോഫി നേടുമെന്നാണ് കൂടുതൽ പേരും പറയുന്നത്. 37%. ഗണ്ണേഴ്സ് 4 ട്രോഫി നേടുമെന്ന് 24% പേർ ഉറപ്പിക്കുന്നു. ട്രിപ്പിൾ അടിക്കുമെന്നാണ് 18% പ്രേക്ഷകരുടെ അഭിപ്രായം. എന്നാൽ പതിവ് പോലെ എല്ലാവർക്കും ആശ കൊടുത്ത അവസാനം കിരീടമില്ലാതെ സീസൺ അവസാനിപ്പിക്കുമെന്ന് 11% ആരാധകരും വോട്ട് ചെയ്തു. കിരീടമില്ലാത്തവരെന്ന് പറഞ്ഞ് കളിയാക്കിയ അതേ ടീം ഇംഗ്ലീഷ് ഫുട്ബോൾ ചരിത്രത്തിൽ ആദ്യമായി ക്വാഡ്രപ്പിൾ നേടുകയെന്ന അപൂർവതയ്ക്ക് ഇത്തവണ സാക്ഷിയാവുമോ? ബിലീവ് ദ പ്രോസസ്, വെയിറ്റ് ഫോർ ദ റിസൾട്ട്. അവിശ്വാസികളെല്ലാം ആഴ്സണൽ വിശ്വാസികളാക്കുന്ന കാലം വരും.